വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ഒറ്റയ്ക്കിരുത്തിയുള്ള ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയതായി ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ദിലീപ് മൊഴി നൽകി. മൊഴികൾ പരിശോധിച്ച ശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ 5 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ചോദ്യം ചെയ്യൽ. കണ്ടെത്തിയ തെളിവുകളും പ്രതികൾ നൽകിയ മൊഴികളും തമ്മിൽ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനും തീരുമാനം. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിൽ ADG PS ശ്രീജിത്തും IG ഗോപേഷ് അഗർവാളും പങ്കെടുക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന സൂചന അതിനിടെ ക്രൈംബ്രാഞ്ച് മേധാവി S ശ്രീജിത്ത് നൽകി. കോടതി നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുമെന്നും കൂടുതൽ സമയം വേണമെങ്കിൽ കോടതിയോട് അക്കാര്യം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഞങ്ങൾ ചോദിക്കുന്ന ഒരു മറുപടി പറയുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ സഹകരണത്തിൻ്റെ ലെവൽ എന്നുള്ളത് അവർ പറയുന്നതിൻ്റെ നിജസ്ഥിതിയും കൂടെ വെരിഫൈ ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പിന്നീട് വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. മൊഴിയെടുക്കുന്നതിനായി ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകിയതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇനി. ക്രൈംബ്രാഞ്ച് ഇന്നലെ രാത്രി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എറണാകുളം കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഏത് സമയത്തും താങ്കൾ കൊച്ചിയിൽ വരാൻ വേണ്ടി റെഡിയായിരിക്കുക, മറ്റ് യാത്രകളൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല, ഏത് സമയത്ത് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇന്ന് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ബുധനാഴ്ച ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്ന കാര്യമാണ്. ബുധനാഴ്ച ആയിരിക്കാം, കാരണം അവിടെ ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബുധനാഴ്ച ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അതിന് മുമ്പ് വിളിച്ചാലും പോകാൻ വേണ്ടി ഞാൻ റെഡിയാണ്. ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ദിലീപ് എന്തൊക്കെ കാര്യങ്ങളാണ് മൊഴിയായി നൽകിയതെന്ന് വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ദിലീപ് പറയുന്നത് ബാലചന്ദ്രകുമാർ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായും ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ദിലീപ് വിശദീകരിച്ചത്. നിരവധി തവണ ബാലചന്ദ്രകുമാർ തന്നെ ഫോണിൽ ബന്ധപ്പെടുന്ന നിലയുണ്ടായി, പണം ആവശ്യപ്പെടുന്ന നിലയുണ്ടായി, തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന നിലയുണ്ടായി എന്നാണ് ദിലീപ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ജാമ്യം റദ്ദാക്കുന്ന തരത്തിലുള്ള മൊഴി നൽകും എന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയെന്നും അന്വേഷണ സംഘത്തോട് ദിലീപ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ ഫോണിൽ നിന്ന് നിരന്തരമായി തനിക്ക് ഇത്തരത്തിൽ ഭീഷണി കോളുകൾ വന്നിരുന്നു. അതിനെ തുടർന്ന് ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന നിലയിലേക്ക് താൻ മാറിയെന്നും അന്വേഷണ സംഘത്തോട് ദിലീപ് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റ് നമ്പറുകളിൽ നിന്ന് ഈ ബ്ലോക്ക് ചെയ്തതിന് ശേഷം മറ്റ് നമ്പറുകളിൽ നിന്ന് ബാലചന്ദ്രകുമാർ തന്നെ വിളിക്കുന്ന നിലയുണ്ടായി. നിരന്തരം അത്തരത്തിൽ ബന്ധപ്പെടാൻ ബാലചന്ദ്രകുമാർ ശ്രമിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബാലചന്ദ്രകുമാറിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘത്തോട് ദിലീപ് ഇന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, ചോദ്യം ചെയ്യൽ ഇപ്പോൾ 10-ാം മണിക്കൂറിലേക്ക് നീണ്ടു നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്? പുതുതായി ദിലീപിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ? രജിത്തെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യം ചെയ്യൽ അതിൻ്റെ 10-ാം മണിക്കൂറിലേക്ക് പിന്നിടുമ്പോൾ ഈ ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളുടെയും ഒറ്റയ്ക്കിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ 1-ാം ഘട്ട ചോദ്യം ചെയ്യൽ, അത് ഈ ഒറ്റയ്ക്കിരുത്തി പ്രതികൾക്ക് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, പ്രതികൾക്ക് ഇതും സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീഡിയോയിൽ ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊഴികൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP മോഹനചന്ദ്രൻ ഇത് പരിശോധിച്ചു വരികയാണ്. കാരണം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ തെളിവുകളും ഈ മൊഴികളും തമ്മിലുള്ള പരിശോധന പൂർത്തിയാക്കും. ഇതിലുള്ള പൊരുത്തക്കേടുകൾ അടക്കമുള്ളവ കണ്ടെത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. ഇനിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ ഈ മൊഴിയിലെ പൊരുത്തക്കേട് എവിടെയൊക്കെയാണ് വന്നത്, അവരുടെ പ്രത്യേക പട്ടിക തന്നെ തയ്യാറാക്കിക്കൊണ്ട് അവരെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഇത് എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടക്കേണ്ട, പകരം ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയിൽ ആരുടെയൊക്കെയാണ് വൈരുദ്ധ്യമുള്ളത് അവരെ പരസ്പരം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ഇതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രധാനമായും എടുത്തിരിക്കുന്ന നിലപാട്. ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് 5 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഈ ചോദ്യം ചെയ്യൽ പ്രധാനമായും എനിക്ക് പിറകിൽ കാണുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത്. കാരണം ഈ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുക, അത് പൂർണ്ണമായും തന്നെ ഇവരുടെ വീഡിയോയിലടക്കം ചിത്രീകരിക്കുന്നതിലൂടെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്കിംഗ്
അതാണ് പിന്നീട് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്രോസ് ചെക്കിങ്ങിൽ ഇവർ എവിടെയൊക്കെയാണ് കള്ളം പറഞ്ഞത് എന്ന് വളരെ വേഗം കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉദ്യോഗസ്ഥർ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസത്തെയും ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ കൂടി അതാത് സമയം കൃത്യമായി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതീവ ശ്രദ്ധയോടെ ഈ കേസ് നിലവിൽ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുകയാണ്. കാരണം ഈ കേസിൽ വാദിഭാഗത്ത് നിൽക്കുന്നത് ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു പാളിച്ച ഉണ്ടാകരുത്. ഈ കേസ് പാളിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ പ്രത്യാഘാതം നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില തെളിവുകൾ കയ്യിലുണ്ട് എന്ന തരത്തിൽ സൂചന നൽകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നത്. ഈ ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും അത് തെളിവായി മാറും, അത്തരത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടിരുന്നു. ഇന്നിപ്പോൾ ആദ്യ ദിനമായതുകൊണ്ട് വളരെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഉണ്ടാവില്ല. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസങ്ങളിലായിരിക്കും നിർണായകമായ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം വരുന്നുണ്ടോ? നിലവിൽ അത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഈ മൊഴികൾ പരിശോധിക്കുന്നതിന് സമയം വേണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന കാര്യങ്ങൾ. കാരണം ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ നൽകിയ മൊഴികൾ, കാരണം ഈ 5 പ്രതികളുടെ വിശദമായ മൊഴിയുണ്ട്. ഈ മൊഴി പൂർണ്ണമായും പരിശോധിക്കാതെ ഇതിൽ പൊരുത്തക്കേടുണ്ട് എന്ന രീതിയിലേക്ക് ഇക്കട്ടത്തിൽ പോകാൻ കഴിയില്ല എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പക്ഷേ ചില ഫാക്ട് ചെക്കിംഗ് ഇക്കാര്യത്തിൽ നടത്തുന്നു. കാരണം ക്രൈംബ്രാഞ്ചിന് ലഭിച്ച തെളിവുകളും ഇവരുടെ മൊഴികളും തമ്മിൽ അപ്പോൾ ഒത്തുനോക്കുന്ന ഒരു രീതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ എവിടെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട ബോധബുദ്ധിയിൽ ഈ കളവ് പറയാൻ ശ്രമിച്ചത്, അവിടെ എന്തിന് കളവ് പറയാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളുമായുള്ള ദിവസങ്ങളിൽ ചോദിക്കും. അതിനു മുമ്പ് തന്നെ ഈ വൈരുദ്ധ്യം വന്ന ഭാഗങ്ങളിൽ ഇരു പ്രതികളെയും ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യമായ മൊഴികൾ നൽകിയത് ആ പ്രതികളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് അവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന ഈ ചോദ്യം ചെയ്യലിന്റെ മെത്തേഡ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലേന്ദ്രകുമാറിനെതിരെ ദിലീപ് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളാണ്. നാളെ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ഹർജി വരുമ്പോൾ നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിലടക്കം ബാലേന്ദ്രകുമാറിനെതിരെ വലിയ രൂക്ഷമായ ആരോപണമാണ് ദിലീപ് ഉന്നയിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലും ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ദിലീപിനെ തന്നെ ഭീഷണിപ്പെടുത്താൻ ബാലേന്ദ്രകുമാർ നിരന്തരമായി ശ്രമിച്ചു എന്ന ആരോപണമാണ് ഇഘട്ടത്തിൽ ദിലീപ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം തനിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് നിരവധി തവണ ഈ ബാലേന്ദ്രകുമാർ മെസ്സേജ് അയച്ചു, വിളിക്കുകയും ചെയ്തു. തൻ്റെ ജാമ്യമടക്കം റദ്ദ് ചെയ്യുന്നതിനടക്കം ആവശ്യമായ ചില ഇടപെടൽ തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, ചില പൈസ അടക്കം തന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുപോലും തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇക്കാര്യങ്ങളിൽ ഒടുവിൽ സഹിക്കവയ്യാതെ വന്നപ്പോൾ താൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. താനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും വാട്സപ്പിൽ ബാലേന്ദ്രകുമാറിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തത്. ഇത് പരിശോധിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ് ദിലീപ് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അവിടെയും നിൽക്കുന്നു ചില അസ്വാഭാവികതകൾ എന്നുള്ളത് നമുക്ക് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം ബാലേന്ദ്രകുമാറിൻ്റെതായ ഒരു വെർഷൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൂടി മൊഴി പരിശോധിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇനി വരുന്ന മണിക്കൂറിൽ നടക്കും. ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന തീരുമാനം. ആവശ്യമെങ്കിൽ, നേരത്തെ അത് ADGP ശ്രീജിത്തും കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു, ആവശ്യമെങ്കിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതിന് തങ്ങൾ ഒരു നീക്കം നടത്തും. എന്തായാലും കേസിൽ ഇപ്പോൾ അന്വേഷണ പുരോഗതി കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. കൃത്യമായ തെളിവുകൾ ഇഘട്ടത്തിൽ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന വാദമാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെക്കുന്നത്. ശരി, അരുൺ രാജാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ദുരുദ്ദേശത്തോടെയുള്ള ഇടപെടലാണെന്ന് ദിലീപ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും വിചാരണ നീട്ടിവെക്കാൻ അനുമതി നൽകരുതെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ ദിലീപ് ആവശ്യപ്പെടുന്നുണ്ട്. കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. സർക്കാർ ആവശ്യം സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് മറുപടി സത്യവാങ്മൂലം ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ, മറുപടി സത്യവാങ്മൂലത്തിൽ ദിലീപ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് ആർക്കെ വിവരങ്ങൾ?
ഈ കേസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന വിധത്തിലാണ് ഈ ആസൂത്രണം നടന്നിരിക്കുന്നത് എന്നാണ് ദിലീപ് പറയുന്നത്. ഈ സംഭവവും അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന ആരോപണവും തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് ഈ കേസ് തന്നെ ഇല്ലാതായി മാറും എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ഇതിൽ CW 355 അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒഴിച്ചുള്ള എല്ലാവരെയും വിസ്തരിച്ചു കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനായിട്ടുള്ള തീയതി തീരുമാനിച്ച് വിചാരണ കോടതി നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ നടപടികളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ ആവശ്യപ്പെട്ടത് 5 സാക്ഷികളെ വിസ്തരിക്കാനായിട്ടുള്ള അനുവാദമായിരുന്നു. അത് കോടതി നൽകുകയും ചെയ്തു. ഇത് പ്രകാരം 22-നും 25-നും ഈ മാസം 22-നും 25-നും ഈ 5 പേരെയും വിസ്തരിക്കാനായി വിചാരണ കോടതി തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നടപടികളെല്ലാം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനായി സാധിക്കും. ആ അവസ്ഥയിലാണ് വിചാരണ കോടതി പോലും ആവശ്യപ്പെടാതെ ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സമയപരിധി നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട്. ഈ വിചാരണയുടെ സമയപരിധി 4 തവണ ഇതിനകം നീട്ടിവെച്ചിട്ടുണ്ട്. ഇത് വിചാരണ കോടതിയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ നീട്ടിവെച്ചത്. ഇനി ഒരു തവണ കൂടി നീട്ടിവെക്കില്ല എന്നുള്ള കാര്യവും കോടതി വ്യക്തമാക്കിയിരുന്നു. വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഇനി ഒരു ഘട്ടത്തിൽ കൂടി ഈ വിചാരണ നീട്ടിവെച്ചാൽ അതുവഴി ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തനിക്കാണ്. CW 355 എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം കോടതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ കേസ് തന്നെ ഇല്ലാതായി മാറുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഒരു തെളിവുകളും തനിക്കെതിരായി ഇല്ലെന്നാണ് ദിലീപ് പറയുന്നത്. കെട്ടിച്ചമച്ച തെളിവുകളാണ് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം പൂർത്തിയായാൽ ഈ കേസ് തന്നെ ഇല്ലാതാകും. ആ ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ നടപടികൾ. ബാലചന്ദ്രകുമാറിനെ കുറിച്ച് പറയുന്നതും അദ്ദേഹത്തിന്റെ മൊഴി വാസ്തവ വിരുദ്ധമാണ്. കഴിഞ്ഞ 4-5 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊന്നും ബാലചന്ദ്രകുമാർ ചിത്രത്തിലില്ലായിരുന്നു. ഒരു ടെലിവിഷൻ ചാനലിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിവെന്നും ഒപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ബാധിക്കുന്നത് ഏറ്റവും അവസാനമായി തന്നെയാണ്, തൻ്റെ ഭാവിയെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അനുവദിക്കരുത്. സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ഈ കേസിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ്. വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടിയാണ് വിചാരണ വൈകിക്കാനായി ശ്രമിക്കുന്നത് എന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രഞ്ജിത റോത്തക്ക് വഴിയാണ് ഈ സത്യവാങ്മൂലം ദിലീപ് ഫയൽ ചെയ്തിരിക്കുന്നത്. ദിലീപിന് വേണ്ടി നാളെ മുഗൾ റോത്തക്ക് തന്നെ കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ദുരുദ്ദേശത്തോടെയുള്ളതാണ് എന്ന് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുകയാണ് ദിലീപ്. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ദിലീപിന്റെ സത്യവാങ്മൂലം. നെയ്യാറ്റിൻകര ബിഷപ്പാണ് തനിക്ക് ജാമ്യം ലഭിക്കാൻ സഹായിച്ചതെന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ തന്നിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചെന്നും ദിലീപ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ ദിലീപിനെയോ ബാലചന്ദ്രകുമാറിനെയോ നേരിട്ട് അറിയില്ല എന്ന് കാണിച്ച് നെയ്യാറ്റിൻകര ബിഷപ്പ് വാർത്താക്കുറിപ്പിറക്കി. ശ്യാമാർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാലേന്ദ്രകുമാർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളെയും ഖണ്ഡിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിലേക്ക് വന്നത്. ദിലീപ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു ബാലേന്ദ്രകുമാറിന് തന്നോട് വ്യക്തിവിരോധമാണെന്ന്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ബന്ധം ബാലേന്ദ്രകുമാറുമായി തനിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ബന്ധം ഉലയുകയായിരുന്നുവെന്നും ദിലീപ് ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2017 നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് തനിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ബാലേന്ദ്രകുമാർ തന്നെ സമീപിച്ചു. തനിക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണക്കാരൻ അതിനെ സഹായിച്ചത് നെയ്യാറ്റിൻകര ബിഷപ്പാണെന്ന് തന്നോട് പറഞ്ഞു. പിന്നീട് ബിഷപ്പിന് നൽകാൻ പണവും തന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ തനിക്ക് വിശ്വാസം തോന്നാത്തതിനാൽ താൻ പണം നൽകാൻ തയ്യാറായില്ല. ഇതിനുശേഷം ബാലേന്ദ്രകുമാർ വ്യക്തിവിരോധം തീർക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഈ സത്യവാങ്മൂലത്തിൽ ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ ഒരു ആരോപണം പൂർണ്ണമായും നെയ്യാറ്റിൻകര ബിഷപ്പ് തള്ളിക്കളഞ്ഞു. ദിലീപിനെയോ ബാലേന്ദ്രകുമാറിനെയോ നേരിട്ടറിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് നെയ്യാറ്റിൻകര ബിഷപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ഈ സത്യവാങ്മൂലത്തിൽ ദിലീപ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാലേന്ദ്രകുമാർ ഹാജരാക്കിയിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഡിവൈസ്, അതായത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത യഥാർത്ഥ ഡിവൈസ് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബാലേന്ദ്രകുമാർ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് തന്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ട് അത് പിടിച്ചെടുത്തു എന്നും ദിലീപ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ദിലീപിന്റെ ചോദ്യം ചെയ്യൽ 10-ാം മണിക്കൂറിലേക്ക് നീണ്ടു നിൽക്കെ ഈ വിഷയമാണ് എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത്. ഉത്തരം മുട്ടിച്ചു. ഇന്ന് രാത്രി 7 മണിക്ക് KR ഗോപികൃഷ്ണനൊപ്പം എൻകൗണ്ടർ കാണാം.
കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്ത് വാരാന്ത്യ നിയന്ത്രണം പുരോഗമിക്കുകയാണ്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുമതിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതിൽ ഞായറാഴ്ച നിയന്ത്രണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. എന്താണ് കാഴ്ചകൾ? പൊതുവെ സംസ്ഥാനത്തുടനീളമുള്ള കാഴ്ചകൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾ ഈ നിയന്ത്രണങ്ങളോട് സഹകരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? റിജിത്ത്, അതെ, മുഴുവൻ ജനങ്ങളും പരിപൂർണമായ സഹകരണം തന്നെയാണ് ഈ നിയന്ത്രണങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പൊതുവിൽ വിലയിരുത്താൻ കഴിയുന്നത്. പ്രത്യേക പരിശോധനകൾ, പ്രത്യേക നിയന്ത്രണങ്ങൾ പലയിടത്തും പോലീസ് ഒരുക്കിയിരുന്നു. പ്രത്യേക ബാരിക്കേഡുകൾ വെച്ച് നഗരത്തിലേക്ക് കടക്കുമ്പോൾ നഗരാതിർത്തികളിൽ 18 സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ബാരിക്കേഡുകൾ വെച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ വിശദമായ പരിശോധനകൾ നടത്തി കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ തന്നെ സ്റ്റേഷനുകൾ ക്രമീകരിച്ച് സ്റ്റേഷനുകൾക്കുള്ളിൽ പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെയും ഏർപ്പെടുത്തിയിരുന്നു. 4 പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളായി വിവിധ തരത്തിൽ പരിശോധനകൾ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമായും പറയേണ്ടത്, ജനങ്ങൾ ഇതിനോടൊക്കെയും പൂർണ്ണമായി സഹകരിച്ചിരുന്നു. നിരത്തുകളിൽ വാഹനങ്ങൾ കുറവാണ്. മാത്രമല്ല, മറ്റ് കടകൾ അനുവദിച്ചിരുന്നു. പഴം, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കടകൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉൾപ്പെടെയുള്ള കടകൾ അനുവദിച്ചിരുന്നെങ്കിൽ പല കടകളും തുറന്നിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇതിനോടൊക്കെയും ഒരു സഹകരണ മനോഭാവം തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായത്. ഏതായാലും കോവിഡ് കണക്കുകൾ ഇനി വരാനുണ്ട്. സംസ്ഥാനത്ത് ആകെയും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഇനി നമുക്ക് കോവിഡ് കണക്കുകൾ വരാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മളെ ആശങ്കപ്പെടുത്തിയ കണക്കുകളാണ് പുറത്തു വന്നിരുന്നത്. ഇത്തവണ പക്ഷേ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സെർവറിന്റെ തകരാറുണ്ട്, പോർട്ടലിന് തകരാറുണ്ട്. അതുകൊണ്ട് അല്പം വൈകിയായിരിക്കും കോവിഡ് കണക്കുകൾ വരിക എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ കണക്കുകൾ, കോവിഡിന്റെ സംസ്ഥാന തലത്തിലുള്ള കണക്കുകൾ വരേണ്ട സമയമായിട്ട് നമുക്ക് കണക്കുകൾ ഇതുവരെ ലഭ്യമാകാത്തത്. അത് കാത്തിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ 40ഉം അതിന് മുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ സങ്കീർണമായിരുന്നു. ഇനി ഇത്തവണത്തെ ഈ ദിവസത്തെ കണക്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. കഴിഞ്ഞ ദിവസം 44.80% ടെസ്റ്റ് പോസിറ്റീവ് നിരക്കാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 45,136 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് മുൻപ് 43.76% TPR. അത്തരത്തിൽ നിരന്തരം ദിവസം പ്രതി കൂടുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗികളുടെ എണ്ണം, ആശുപത്രികൾ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം. ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഞായറാഴ്ച നിയന്ത്രണം പുരോഗമിക്കുകയാണ്. കോവിഡ് നിയന്ത്രണത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഏകോപനവുമില്ല. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ പകരം ചുമതല മറ്റാർക്കും നൽകിയില്ല. സംസ്ഥാനത്ത് നടക്കുന്നത് ഓൺലൈൻ ഭരണമെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. പാർട്ടി പരിപാടികൾ കൊഴിപ്പിക്കാൻ കാണിക്കുന്ന താൽപര്യം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും ഗവൺമെന്റും കാണിക്കുന്നില്ല എന്നുള്ളത് തികഞ്ഞ ജനവഞ്ചനയായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമായ സർക്കാർ നോക്കുകുത്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോവിഡ് നിരക്ക് ഉയരുന്നതിനാൽ കണ്ണൂർ ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളുടെ പ്രവേശനം കൺട്രോൾ റൂം വഴി മാത്രമാക്കി. നിലവിൽ എ വിഭാഗത്തിലാണ് കണ്ണൂർ ജില്ല. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക പൊതുപരിപാടികളിലും മതപരമായ ചടങ്ങുകളിലും വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിലും പങ്കെടുക്കുന്നവരുടെ എണ്ണം 50 പരിമിതപ്പെടുത്തി. രാജ്യത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്ത് ഒമിക്രോൺ വകഭേദം സമൂഹവ്യാപന ഘട്ടത്തിലാണെന്ന മുന്നറിയിപ്പുമായി രാജ്യത്തെ ലബോറട്ടറികളുടെ കൺസോർഷ്യമായ ഇൻസാഗോഗ്. മെട്രോ നഗരത്തിൽ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സമൂഹവ്യാപനം സംശയിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സമിതി വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3.5 ലക്ഷത്തിനടുത്തെത്തി. 24 മണിക്കൂറിനിടെ 3,33,533 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 525 പേർ മരിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും രോഗബാധ 40,000-ന് മുകളിലാണ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3 ലക്ഷത്തിന് മുകളിലും ഒമിക്രോൺ കേസുകൾ 10,000-ന് മുകളിൽ തുടരുന്നതിനിടയിലാണ് രാജ്യത്തെ ജനിതക പരിശോധന ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാഗോഗ് വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിലിപ്പോൾ രാജ്യത്ത് ഒമിക്രോൺ വകഭേദം സമൂഹ വ്യാപന ഘട്ടത്തിലാണെന്ന് ഇൻസാഗോഗ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാനമായും മെട്രോ നഗരങ്ങളിൽ കേസുകൾ വർദ്ധിക്കുകയാണ്. വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്ത ആളുകളിലും ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇൻസാഗോഗ് നൽകിയ മുന്നറിയിപ്പ്. ഇതിൽ രോഗലക്ഷണമില്ലാത്ത ആളുകളിലും ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നു. ഇവരിൽ ആശുപത്രിവാസവും കൂടാതെ ICUവിന്റെ ആവശ്യവും വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇൻസാഗോഗ് നൽകിയ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഒമിക്രോണിന്റെ ഉപവകഭേദമായ BA.2 എന്ന വകഭേദം രാജ്യത്തെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു എന്നും ഇൻസാഗോഗ് അറിയിക്കുന്നു. എന്നാൽ നിലവിൽ ഇഹു എന്ന ഫ്രാൻസിൽ കണ്ടെത്തിയ വകഭേദം രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു സാധ്യത കൂടി നിരീക്ഷിക്കുന്നു എന്നാണ് ഇൻസാഗോഗ് നൽകിയ മുന്നറിയിപ്പ്. എന്തായാലും ആരോഗ്യ മന്ത്രാലയം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ മുന്നറിയിപ്പ് കാണുന്നത്. സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നൽകുന്ന നിർദ്ദേശം. കഴിഞ്ഞ 24 മണിക്കൂറിടെ 3,30,000 മുകളിൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര, കേരളം, കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ വർദ്ധിക്കുകയാണ്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനും കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹം ഹൈദരാബാദിലെ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു എന്നാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകർക്ക് സ്പെഷ്യൽ ലീവ് അനുവദിക്കുന്നില്ല എന്ന പരാതി. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നാണ് കോവിഡ് ബാധിച്ചത് എന്ന് തെളിയിച്ചാലേ അവധി അനുവദിക്കാനാകൂ എന്നാണ് അധികൃതരുടെ നിലപാടെന്ന് ആരോഗ്യ പ്രവർത്തകരുടെ പരാതിയിൽ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിത കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകർക്ക് സ്പെഷ്യൽ ലീവ് അനുവദിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല. പോസിറ്റീവ് ആവുകയാണെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മെഡിക്കൽ ലീവ് എടുക്കണമെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവായത് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്ന് തെളിയിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്നാണ് പോസിറ്റീവായത് എന്ന് തെളിയിക്കുക എന്നാണ് പരാതിക്കാർ ചോദിക്കുന്നത്. അതായത് തീർത്തും ബാലിശമായ ഒരു വാദമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പരാതിക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് ആശുപത്രിയിൽ. ആ കമ്മിറ്റി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സ്പെഷ്യൽ ലീവ് അനുവദിക്കാനാകൂ. പക്ഷേ ആ ഒരു കമ്മിറ്റി ഇതുവരെ ആർക്കും സർട്ടിഫൈ ചെയ്ത് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ലീവ് ആർക്കും ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എയിംസിന്റെ റൂൾസിൽ പറയുന്നത് ഇത്തരത്തിൽ കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് 7 ദിവസമോ അതിൽ കൂടുതലോ അവധി നൽകണമെന്നാണ്. എന്നാൽ ആ റൂൾസ് ഒന്നും ശ്രീചിത്ര ആശുപത്രി പാലിക്കുന്നില്ല. സ്പെഷ്യൽ ലീവ് അനുവദിക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പുതിയ ഡെപ്യൂട്ടേഷൻ നയത്തിനെതിരെ കേരളം. ഡെപ്യൂട്ടേഷൻ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്രത്തിന്റെ നീക്കം ഫെഡറലിസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. തീരുമാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ആശങ്കയുണ്ടെന്നും കത്തിൽ പറയുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് സംസ്ഥാനങ്ങളുടെ അനുമതി വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കുന്നതാണ് ഭേദഗതി. തേഞ്ഞിപ്പലത്ത് ആത്മഹത്യ ചെയ്ത പോക്സോ കേസിലെ ഇരയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിന് കാരണം അന്നത്തെ ഫറൂഖ് CIയുടെ അധിക്ഷേപത്തെ തുടർന്നാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. CI സ്റ്റേഷനിലേക്ക് വിളിച്ച് അപമാനിച്ചു. തന്റെ പ്രതിശ്രുത വരനെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് CI ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. S. ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തേഞ്ഞിപ്പലത്ത് പോക്സോ കേസിൽ ഇരയായിരുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം പെൺകുട്ടി ആദ്യമായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് ഇന്ന് പുറത്തു വന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് അന്നത്തെ ഫറൂഖ് CIയുടെ മാനസികമായ പീഡനം മൂലമാണെന്ന് പെൺകുട്ടി വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ കേസിൽ ആരോപണ വിധേയരായിരുന്ന പെൺകുട്ടി തന്നെ ഉപദ്രവിച്ചു എന്ന് പേര് പറഞ്ഞിരുന്ന 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷവും പെൺകുട്ടിയെ പരസ്യമായി വേശ്യ എന്ന് വിളിച്ച് സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കുകയാണ് CI ചെയ്തിരുന്നത്. ഇത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാണ്. മാത്രമല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആളെ പീഡന കേസിൽ കൊടുക്കുമെന്നും ഇക്കാര്യം പല സ്ഥലങ്ങളിലും CI പരസ്യമായി പറയുകയും മറ്റും ചെയ്തു. ഇതോടെ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അന്ന് ഏറെ വിവാദമുണ്ടായിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. അന്നത്തെ ഫറൂഖ് CIക്കെതിരായിട്ടായിരുന്നു പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം എഴുതിയത്. പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തുൾപ്പെടെ ചെന്ന് നാട്ടുകാരോട് ഇവൾ മോശപ്പെട്ട പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തിയതുമെല്ലാം ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. പോക്സോ കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറരുത് എന്നുള്ളതാണ് CI ചെയ്തതെന്നാണ് അന്ന് ഉയർന്ന ആരോപണം. അന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ എഴുതിയ കത്താണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്ത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്.
എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. അഞ്ചിൽ ഇഞ്ചോടിച്ച്. പഞ്ചാബ് ലോക് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രഖ്യാപിച്ചു. സ്വന്തം നാടായ പട്യാല അർബൻ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും. ശിരോമണി അകാലിദളിന്റെ മുൻ MLA ഫർസാന ആലം ഖാൻ മാലേർകോട്ട്ലയിൽ സ്ഥാനാർത്ഥിയാണ്. BJP PLC അകാലിദൾ സഖ്യത്തിൽ 37 സീറ്റുകളാണ് PLCക്ക് ലഭിച്ചത്. ഇതിൽ 22 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. 5 സീറ്റുകൾ കൂടി വേണമെന്ന ആവശ്യവുമായി ക്യാപ്റ്റൻ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. പഞ്ചാബ് ലോക് കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലമായ പട്യാല അർബൻ സീറ്റിലാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്ഥാനാർത്ഥിയാകുന്നത്. അതോടൊപ്പം തന്നെ പട്യാല റൂറൽ മണ്ഡലത്തിൽ നിലവിലെ പട്യാല മേയർ സഞ്ജീവ് ശർമ്മ സ്ഥാനാർത്ഥിയാണ്. കൂടാതെ ഒരു വനിതാ സ്ഥാനാർത്ഥിയും ഉൾപ്പെടുന്നു. ശിരോമണി അകാലിദളിന്റെ മുൻ MLA ആയ ഫർസാന ആലം ഖാൻ മലേർകോട്ട്ലയിലാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ 3 പ്രമുഖ സ്ഥാനാർത്ഥികളാണ് 22 പേരുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. കൂടുതൽ കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാത്തവരുൾപ്പെടെയുള്ള അതൃപ്തരെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള ചർച്ചകൾ സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ BJPയുമായുള്ള സഖ്യത്തിൽ 37 സീറ്റുകളാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ 5 സീറ്റുകൾ കൂടി വേണമെന്ന ആവശ്യവുമായി ക്യാപ്റ്റൻ രംഗത്തുണ്ട്. ഇതിനായുള്ള ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് വോട്ടുകളെ വലിയ തോതിൽ ക്യാപ്റ്റന്റെ പാർട്ടി ചോർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 5 പാർട്ടികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വോട്ട് പിരിഞ്ഞു പോകുന്നത് വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിനും ഉയർത്തുന്നത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ കർശന നിരീക്ഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോവിഡ് ചട്ടങ്ങളുടെ ലംഘനം നടത്തുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ സംസ്ഥാനത്ത് മതവികാരം ആളിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. SP BSP പാർട്ടികൾ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള ചർച്ചകളിലേക്ക് കടന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി തനിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകണമെന്ന് BJP സ്ഥാനാർത്ഥി അദിതി സിംഗ് വെല്ലുവിളിച്ചു. ഉത്തർപ്രദേശിൽ നിന്നും R രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൈരാനയിൽ ആഭ്യന്തരമന്ത്രി തന്നെ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പരാതികൾ മറ്റ് പാർട്ടികൾ കോൺഗ്രസും BSPയും SPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. BJPയുടെ റാലികളിൽ എല്ലാവിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനവും ഉണ്ടാകുന്നു എന്നായിരുന്നു അവർ ഉന്നയിച്ച പരാതി. സമാനമായി തന്നെ BJPയും SPക്കും BSPക്കും എതിരെയുള്ള പരാതികളും നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായി പാലിക്കണം എന്നാണ് ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഉത്തർപ്രദേശിൽ പ്രചരണ പരിപാടികളും വളരെ ശക്തമായിട്ട് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് BJPയും സമാജ്വാദി പാർട്ടിയും BSPയും അവരുടെ അവസാന ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള പ്രാദേശിക ചർച്ചകളാണ് ലക്നൗ കേന്ദ്രീകരിച്ച് നടത്തിയത്. BSPയും SPയും നാളെയോടുകൂടി ഈ പട്ടികയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ ഇപ്പോൾ സാധിക്കുന്നത്. ഇതിനിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ കയറുകയും ഒപ്പം റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്ത അദിതി സിംഗ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തി. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി തനിക്കെതിരെ മത്സരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയം അത് കൃത്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് ബോധ്യപ്പെടാൻ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉത്തർപ്രദേശിലെ ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഓരോ ദിവസവും പ്രചരണം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. GIDM ने पेंडेमिक के दौरान मल्टी हैजार्ड रिस्क मैनेजमेंट तथा रिडक्शन के लिए 12,000 से ज्यादा प्रोफेशनल्स को ट्रेन किया. फायर से संबंधित पोर्टल, कोविड से संबंधित मोबाइल ऐप भी विकसित किया. बहुत बहुत धन्यवाद माननीय आपका और सभी पुरस्कार विजेताओं को हार्दिक बधाई.
भारतवासियों, मां भारती आज गर्वित है कि उसके वीर पुत्र ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, നേതാജിയുടെ പ്രതിമ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ചടങ്ങുകൾ എങ്ങനെയാണ്? समृद्धि तथा जनता की सेवा के लिए सदैव बेचैन रहते हैं. റീജിത്ത്, പ്രധാനമന്ത്രി ഹോളോഗ്രാമിലെ പ്രതിമയാണ് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഗ്രാനൈറ്റിൽ തീർത്ത ശില്പമാണ് ഇവിടെ ഇന്ത്യ ഗേറ്റിന് സമീപം സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ പൂർത്തിയാക്കാനായിട്ടുള്ള സമയം ഇനി കുറച്ച് നാളുകൾ കൂടി വേണ്ടിവരും. ആ കാലയളവിലാണ് ഈ ഗ്രാനൈറ്റിലുള്ള ഹോളോഗ്രാം പ്രതിമ ഇവിടെ ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായി നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ ഈ വർഷം ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. 23-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 24-ാം തീയതിയാണ് സാധാരണഗതിയിൽ റിപ്പബ്ലിക് ദിന പരിപാടികൾ ഇതുവരെ നടന്നു വന്നിരുന്നത്. എന്നാൽ 23-ാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് കൂടി അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം റിപ്പബ്ലിക് ദിന പരിപാടികൾ നീട്ടുകയാണ്. ഇന്നു മുതൽ അതിനുള്ള ആഘോഷ പരിപാടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോളോഗ്രാം പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഹോളോഗ്രാം പ്രതിമ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ വിശദീകരിക്കുന്ന രീതിയിലാണ് പൂർണ്ണകായ ഹോളോഗ്രാം പ്രതിമ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെ ഈ വിധത്തിൽ ഹോളോഗ്രാം പ്രതിമ യാഥാർത്ഥ്യമാക്കും എന്ന കാര്യം അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുകയും പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആർ കെ വിശദമായ വിവരങ്ങൾ തന്നെ പങ്കുവയ്ക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായാണ് ഈ വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 23-ന് റിപ്പബ്ലിക് ദിനാചരണങ്ങൾക്ക് രാജ്യം തുടക്കമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിമ, നേതാജിയുടെ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി സംസാരിക്കുന്നു തത്സമയം. वीर सपूत नेताजी सुभाष चंद्र बोस की 125वीं जन्म जयंती पर पूरे देश की तरफ से मैं आज कोटि कोटि नमन करता हूं. ये दिन ऐतिहासिक है. ये कालखंड भी ऐतिहासिक है और ये स्थान जहां हम सभी एकत्रित हैं वो भी ऐतिहासिक है. भारत के लोकतंत्र की प्रतीक हमारी संसद पास में है. हमारी क्रियाशीलता और लोकनिष्ठा के प्रतीक अनेक भवन भी हमारे साथ पास में नजर आ रहे हैं. हमारे वीर शहीदों को समर्पित नेशनल वॉर मेमोरियल भी पास है. इन सब के आलोक में आज हम इंडिया गेट पर अमृत महोत्सव मना रहे हैं और नेताजी सुभाष चंद्र बोस को आदरपूर्वक श्रद्धांजलि दे रहे हैं. नेताजी सुभाष जिन्होंने हमें स्वाधीन और संप्रभु भारत का विश्वास दिलाया था, जिन्होंने बड़े गर्व के साथ, बड़े आत्मविश्वास के साथ, बड़े साहस के साथ अंग्रेजी सत्ता के सामने कहा था, मैं स्वतंत्रता की भीख नहीं लूंगा, मैं स्वतंत्रता की भीख नहीं लूंगा, मैं इसे हासिल करूंगा. जिन्होंने भारत की धरती पर पहली आजाद सरकार को स्थापित किया था, हमारे उन नेताजी की भव्य प्रतिमा आज डिजिटल स्वरूप में इंडिया गेट के समीप स्थापित हो रही है. जल्द ही इस होलोग्राम प्रतिमा के स्थान पर ग्रेनाइट की विशाल प्रतिमा भी लगेगी. ये प्रतिमा आजादी के महानायक को कृतज्ञ राष्ट्र की श्रद्धांजलि है.
नेताजी सुभाष की ये प्रतिमा हमारी लोकतांत्रिक संस्थाओं को, हमारे पीढ़ियों को राष्ट्रीय कर्तव्य का बोध कराएगी, आने वाली पीढ़ियों को, वर्तमान पीढ़ी को निरंतर प्रेरणा देती रहेगी। साथियों, पिछले साल से देश ने नेताजी की जयंती को पराक्रम दिवस के रूप में मनाना शुरू किया है। आज पराक्रम दिवस के अवसर पर सुभाष चंद्र बोस आपदा प्रबंधन पुरस्कार भी दिए गए हैं। नेताजी के जीवन से प्रेरणा लेकर ही इन पुरस्कारों को देने की घोषणा की गई थी। साल 2019 से 2022 तक उस समय के सभी विजेताओं, सभी व्यक्तियों, सभी संस्थाओं को जिन्हें आज सम्मान का अवसर मिला है, उन सबको भी मैं बहुत बहुत बधाई देता हूं। साथियों, हमारे देश में आपदा प्रबंधन को लेकर जिस तरह का रवैया रहा था, उस पर एक कहावत बहुत सटीक बैठती है। जब प्यास लगी तो कुआं खोदना। और जिस मैं काशी क्षेत्र से आता हूं, वहां तो एक और भी कहावत है। वो कहते हैं, भोज गड़ी कोहड़ा रोपे, यानी जब भोज का समय आ गया तो कोहड़े की सब्जी उगाने लगना। यानी जब आपदा सिर पर आ जाती थी तो उससे बचने के उपाय खोजे जाते थे। इतना ही नहीं, एक और हैरान करने वाली व्यवस्था थी जिसके बारे में कम ही लोगों को पता है। हमारे देश में वर्षों तक आपदा का विषय एग्रीकल्चर डिपार्टमेंट के पास रहा था। इसका मूल कारण यह था कि बाढ़, अतिवृष्टि, ओले गिरना, ऐसी जो स्थितियां पैदा होती थी, उसे निपटने का जिम्मा, उसका संबंध कृषि मंत्रालय से आता था। देश में आपदा प्रबंधन ऐसे ही चलता रहता था। लेकिन 2001 में गुजरात में भूकंप आने के बाद जो कुछ हुआ, देश को नए सिरे से सोचने के लिए मजबूर किया और उसने आपदा प्रबंधन के मायने बदल दिए। हमने तमाम विभागों और मंत्रालयों को राहत और बचाव के काम में झोंक दिया। उस समय के जो अनुभव थे, उनसे सीखते हुए ही 2003 में गुजरात स्टेट डिजास्टर मैनेजमेंट एक्ट बनाया गया। आपदा से निपटने के लिए गुजरात इस तरह का कानून बनाने वाला देश का पहला राज्य बना। बाद में केंद्र सरकार ने गुजरात के कानून से सबक लेते हुए 2005 में पूरे देश के लिए ऐसा ही डिजास्टर मैनेजमेंट एक्ट बनाया। इस कानून के बाद ही नेशनल डिजास्टर मैनेजमेंट अथॉरिटी, उसके गठन का रास्ता साफ हुआ। इसी कानून ने कोरोना के खिलाफ लड़ाई में भी देश की बहुत मदद की। साथियों, डिजास्टर मैनेजमेंट को प्रभावी बनाने के लिए 2014 के बाद से हमारे सरकार ने राष्ट्रीय स्तर पर चौतरफा काम किया है। हमने रिलीफ, रेस्क्यू, रिहेबिलिटेशन, उस पर जोर देने के साथ साथ ही रिफॉर्म पर भी बल दिया है। हमने एनडीआरएफ को मजबूत किया
उसका आधुनिकीकरण किया, देश भर में उसका विस्तार किया, स्पेस टेक्नोलॉजी से लेकर प्लानिंग और मैनेजमेंट तक बेस्ट पॉसिबल प्रैक्टिसेस को अपनाया। हमारे एनडीआरएफ के साथ ही सभी राज्यों के एसडीआरएफ्स और सुरक्षा बलों के जवान अपनी जान की बाजी लगाकर एक एक जीवन को बचाते हैं। इसलिए आज ये पल इस प्रकार से നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായി ഈ വർഷം മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 23-ന് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പൂർണ്ണകായ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാലാണ് ഹോളോഗ്രാം പ്രതിമ സ്ഥാപിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച വിവരം അറിയിച്ചത് 1 മാസത്തിന് ശേഷമെന്ന ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അട്ടപ്പാടി സ്വദേശി രത്നം മരിച്ചത് ഡിസംബർ 25-ന്. എന്നാൽ ഇന്നലെയാണ് വിവരം അറിയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു നേരത്തെ ലഭിച്ച മറുപടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വിവരവും ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ലെന്നും ആരോപണമുണ്ട്. അതേസമയം 28-ാം തീയതി പത്രപരസ്യം നൽകിയിരുന്നതായും പാലക്കാട് പോലീസിനെ വിവരം അറിയിച്ചിരുന്നതായുമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ലൈഫ് മിഷൻ കേസ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. ഹാജരാകുന്ന അഭിഭാഷകന് സുഖമില്ലെന്നും കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നുമാണ് ആവശ്യം. അപേക്ഷയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.